യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുക പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക, എന്റെ ആടുകളെ മേയ്ക്ക. ഇന്നത്തെ ചിന്തയ്ക്ക് കൊടുക്കാവുന്ന തലക്കെട്ട് ഓർഡൈൻഡ് മിനിസ്ട്രി. ഓർഡൈൻഡ് മിനിസ്ട്രി, നിയോഗിക്കപ്പെട്ട ശുശ്രൂഷ എന്നാണ്. എന്റെ ആടുകളെ മേയ്ക്കുക, ഇടയത്വ ശുശ്രൂഷ, സഭാ ശുശ്രൂഷ, പാസ്റ്ററൽ മിനിസ്ട്രി എന്നൊക്കെ ഇതിന് നമുക്ക് വിവിധ തലക്കെട്ടുകൾ കൊടുക്കുവാനായി കഴിയും. കർത്താവിടെ പറയാണ്, എന്റെ ആടുകളെ മേയ്ക്ക. എന്താണ് സഭാ ശുശ്രൂഷ? കർത്താവിന്റെ ആടുകളെ മേയ്ക്കുന്നതാണ്. അതാണ് അവിടെ സ്പെസിഫിക് ആയിട്ട് എന്റെ ആടുകളെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം യേശു കർത്താവ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യഹൂദന്മാർ യേശു പറഞ്ഞ പല കാര്യങ്ങളും അവർ അംഗീകരിച്ചില്ല, അവർ വിശ്വസിച്ചില്ല. അതിന് യേശു അവരോട് ഡയറക്റ്റായിട്ട് തന്നെ സംസാരിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അപ്പോൾ ദൈവത്തിന്റെ ജനമാണെന്ന് അവകാശപ്പെട്ട് അഭിമാനിച്ച് അഹങ്കാരത്തോടെ നടക്കുന്ന യഹൂദന്മാരെ നോക്കി കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പത്രോസിനോട് കർത്താവ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിക്കുമ്പോൾ പത്രോസിന്റെ ഹൃദയം ഉടഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു, സകലവും അറിയുന്നു. ഒടുവിൽ 3 പ്രാവശ്യവും പറഞ്ഞു ഉത്തരം അത് തന്നെ, എന്റെ ആടുകളെ മേയ്ക്കാം. അപ്പോ ഇടയത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നും വരുന്ന ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം നമുക്കറിയാം. ഇത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള സംഭവമാണ്. അപ്പോൾ അതിനു മുമ്പേ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ. എന്തിനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നത്? ദൈവമാരാണ്, പാപമെന്താണ്, ലോകമെന്താണ്, പിശാച് എന്താണ്, ഇതെല്ലാം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ ഇതാ പത്രോസിനോട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് 3 പ്രാവശ്യം എടുത്തു ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവ സ്നേഹത്തിൽ നിന്ന് ഉരുവാക്കപ്പെടേണ്ടതാണ് സഭാ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയത്വ ശുശ്രൂഷ. നാം നോക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ
നയിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തവര് എല്ലാം ഇടയന്മാരായിരുന്നു. മോശ ആട്ടിടയനായിരുന്നു. 40 വർഷത്തെ ആട് മേയ്ച്ചതിന് ശേഷമേ ജനത്തെ കൊടുത്തുള്ളൂ മേയ്ക്കാൻ. 40 വർഷത്തെ ആട് മേയ്ക്കൽ. ദാവീദ് ഇടയനായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, സെമിനാരി പഠനത്തിൽ കുറഞ്ഞത് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഒരു 5 ആടെങ്കിലും കൂടെ വാങ്ങിച്ചു കൊടുക്കണം. കാരണം ആട്ടിനെ വളർത്തിയിട്ട് വേണം ദൈവത്തിൻ്റെ ആടായ മനുഷ്യനെ വളർത്താൻ. സാധാരണ ഒരു മെഡിക്കൽ ഡോക്ടറിന് പോലും ആദ്യം ജീവനുള്ള ശരീരം കൊടുക്കൂല, ഡെഡ് ബോഡിയാണ് കൊടുക്കുന്നത്. അതിൽ വെച്ച് ചികിത്സിച്ച് പരിശീലിച്ചിട്ട് എന്നിട്ടാണ് പിന്നെ ജീവനുള്ള ബോഡി കൊടുക്കുന്നത്. അപ്പോൾ ഇടയത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് കളിയല്ല. അത് വളരെ സീരിയസ് ആയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ഉള്ളം കാണുന്നത്. കാരണം സഭ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആസിയയിലെ ലീഡേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടുള്ള വിടവാങ്ങൽ സന്ദേശമാണ് അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊ അതിന്റെ 28-ാം വാക്യത്തിൽ അവിടുന്ന് പറയുകയാണ്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയായ ആട്ടിൻകൂട്ടത്തെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട കൂട്ടം. യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ചവരുടെ കൂട്ടമാണ് സഭ. സഭ എന്ന് പറയുന്നത് കെട്ടിടമല്ല, സഭ എന്ന് പറയുന്നത് പള്ളിയല്ല, സഭ എന്ന് പറയുന്നത് ആലയമല്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ തന്നെ അത് തിരുവചനത്തിൽ പരിചയപ്പെടുത്തുന്നത് പത്രോസ് തന്നെ എഴുതിയിരിക്കും. നമുക്ക് നോക്കാം. 1 പത്രോസ് 2:25. 1 പത്രോസ് 2:25. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 2:25. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് ആരാണ്? ആത്മാക്കളുടെ ഇടയൻ. നമ്മുടെ ആത്മാവിന്റെ ഇടയനാണ്, നമ്മുടെ ആത്മാവിന്റെ വഴികാട്ടിയാണ്, നമ്മുടെ ആത്മാവിന്റെ ഉടമസ്ഥനും കൂടെയാണ്. നോക്കുക, എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എബ്രായർ 13-20-21 വാക്യങ്ങൾ. സാധാരണ തിരുവത്താഴ ശുശ്രൂഷയിലാണ് ആശീർവാദത്തിനായി ഈ തിരുവചന ഭാഗം ഉപയോഗിക്കാറുള്ളത്. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 20. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തുവിലൂടെ നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായവൻ. ദാവീദ് ഒരു ഇടയച്ചരക്കനായിരുന്നു. തൻ്റെ ആ ഇടയത്വത്തിന്റെ ആ പാട്ട് നമുക്ക് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിരവധി പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് ഇടയനായതെന്നാണ് ഇവിടെ പറയുന്നത്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായി തീർന്നു. 2 നിയമങ്ങളുണ്ട് നമുക്കറിയാം, പഴയ നിയമം, പുതിയ നിയമം. അത് വേദോത്സവത്തിലെ പേജനുസരിച്ചല്ല അത് മാറ്റിയിരിക്കുന്നത്. ഓൾഡ് കവനന്റ്, ന്യൂ കവനന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്. ഓൾഡ് കവനന്റ് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം പീഠത്തിൽ അർപ്പിക്കുന്നു, യാഗം അർപ്പിക്കുന്നു, കത്തിക്കുന്നു, ഭസ്മീകരിക്കുന്നു. അതുമൂലം
മനുഷ്യന്റെ പാപം മൂടപ്പെടുന്നു, മറച്ചു വയ്ക്കുന്നു. അതാണ് പഴയ നിയമം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകത്യം കണക്കിലെടുക്കാതെ ഇരിക്കുന്നവൻ ഭാഗ്യവാനാണ്. എന്നാൽ പുതിയ ഉടമ്പടി മറച്ചു വയ്ക്കുന്നതല്ല, പുതിയ ഉടമ്പടി പാപമോചനമാണ്, പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അതുകൊണ്ട് പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയിലും ഉള്ള വ്യത്യാസം വ്യക്തമായി അറിഞ്ഞാലേ സഭ നേരെയാകത്തുള്ളൂ. സഭാ ശുശ്രൂഷകന്മാരും അതറിയണം, സഭാ ജനങ്ങളും അറിയണം. എന്താണ് സഭ, എന്താണ് സഭയുടെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. അപ്പോൾ ദൈവം നമ്മെ പല ശോധനയിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ പലതും നാം ദൈവത്തിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങളാണ്. ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്നതാണ്. നാം കഷ്ടതയിലായത് ഗുണമായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ ഇടയായി. അതാണ്, അല്ലാതെ അവിടുന്ന് എങ്ങനെ ഊരിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പഠിച്ചതല്ല. ദൈവത്തിന്റെ നിയമം എന്താണെന്ന് പഠിക്കുവാൻ എനിക്ക് മനസ്സിലായി. ഞാൻ കഷ്ടതയിലായത് ദൈവത്തിന്റെ നിയമങ്ങളിലേക്കൊന്ന് തിരിയുവാൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ. അത് ഇടയായി തീർന്നാൽ അത് ഭാഗ്യമാണ്, അത് ഭാഗ്യമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്കറിയാം, ആലയം, പള്ളി, മഹാപുരോഹിതൻ, പുരോഹിതന്മാർ, ശാസ്ത്രിമാന്മാർ, പരീശന്മാർ, പള്ളിപ്രമാണി, വൈദികന്മാർ, ഇതെല്ലാം പഴയ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ സുവിശേഷത്തിൽ ഇത് കാണുന്നുണ്ട്, ഈ പ്രയോഗങ്ങളെല്ലാം. പക്ഷേ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം ആലയത്തിലാണ് വൈദികന്മാർ, പുരോഹിതന്മാർ, മഹാശാസ്ത്രിമാന്മാർ, പരീശന്മാർ, പിന്നെ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന വിശ്വാസികൾ. അങ്ങനെ ഒരു വിശ്വാസികളുണ്ട്, സദൂക്യന്മാർ, അവരും വിശ്വാസികളാണ്. മരണത്തോടുകൂടെ കാര്യമെല്ലാം തീർന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ സഭയെന്ന് പറയുന്ന കെട്ടിടമല്ല, സഭയെന്ന് പറയുന്നത് മതസ്ഥാപനമല്ല, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. മറ്റേത് യഹൂദ മതമാണ്, പഴയ നിയമം മതമാണ്. അതുകൊണ്ടാണ് യേശു മതം കൊടുത്ത ആള് തന്നെ പിന്നെ അതിനെ വിമർശിക്കുകയാണ്. എന്താണ്? നിങ്ങൾ കരയും കടലും ചുറ്റി ഒരുത്തിനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുന്നു, ചേർന്ന ശേഷം നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. നമുക്ക് അയ്യോ കഷ്ടമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷ എന്താണ്? ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യം. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. പഴയ നിയമത്തിന്റെ ഉസ്താദ് എന്ന് വേണമെങ്കിൽ പറയാം പൗലോസ്. ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് പഴയ നിയമം നന്നായി പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സങ്കീർത്തനങ്ങളെല്ലാം തനിക്ക് കാണാപ്പാടമാണ്. താൻ യഹോവയായ ദൈവത്തെ വിശ്വസിക്കുന്നു, പക്ഷെ ഇതിനിടയിൽ വന്ന നസ്രായനായ യേശുവിനെയാണ് തനിക്ക് ഉൾക്കൊള്ളുവാനായി കഴിയാതെ പോയത്. നമുക്ക് പിതാക്കന്മാരുണ്ട്, മോശ മുഖാന്തരം നമുക്ക് ന്യായപ്രമാണം ലഭിച്ചിരിക്കുന്നു, നമുക്ക് കൽപ്പനകളുണ്ട്, ന്യായപ്രമാണമുണ്ട്. ഇവിടെ ഒരാൾ കാലിത്തെഴുതി ജനിച്ചിട്ട് ഞാനാണ് പുനരുദ്ധാനവും ജീവനും, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് വാതിൽ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഇതൊക്കെ പറയാൻ ഇവനാരടാ? അങ്ങനെയുള്ള ചിന്തയിൽ ജീവിച്ച പൗലോസ് ജീവിക്കുക മാത്രമല്ല, അനേകം ക്രിസ്തു മാർഗക്കാരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്ത പൗലോസ് ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ തൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നു, വിശ്വാസത്തിന് മാറ്റം വന്നു. താൻ ഇതുവരെയും വലിയ പുണ്യമെന്ന് വിചാരിച്ചിരുന്ന എല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിയെന്നാണ് താൻ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ എഴുതുന്നത്. അപ്പോൾ താൻ പറയുകയാണ്, അതെ വായിക്കാം ഒന്നുകൂടെ, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകളല്ല, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു,
ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് പുതിയ നിയമത്തിലുള്ള ശുശ്രൂഷ. പഴയ നിയമത്തിൽ അഭിഷിക്തന്മാരെന്നറിയപ്പെട്ടിരുന്നത് 3 പേരാണ്, 3 തരത്തിലുള്ള ആൾക്കാരാണ്: പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. അപ്പോൾ ദൈവജനത്തിന് ദൈവം നൽകിയ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് പറയുന്നു, പുരോഹിതനോട് പറയുന്നു, രാജാവിനോടും പറയുന്നു. പുരോഹിതൻ ജനത്തിന്റെ ആവശ്യമെല്ലാം ദൈവത്തോട് പറയുന്നു. രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയായി ഭരണം നടത്തുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ശുശ്രൂഷയുടെ ലെവൽ ആത്മീക ശുശ്രൂഷയായി മാറി. ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ പ്രധാനമായും 5 തരത്തിലുള്ളവരായി മാറി. 5-fold മിനിസ്ട്രി. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഇത് സഭ അംഗീകരിക്കാത്തിടത്തോളം കാലം, ക്രിസ്തുവിന്റെ സഭയിൽ ഇതിന് അംഗീകാരമുണ്ട്, മനുഷ്യനിർമ്മിതമായ പ്രസ്ഥാനങ്ങൾ ഇത് അംഗീകരിക്കാത്തിടത്തോളം കാലം സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുകയില്ല. ക്രിസ്തുവിന്റെ വരവിൽ ചേർക്കപ്പെടത്തവണ്ണം യോഗ്യത ഉള്ളതായി മാറത്തില്ല എന്നുള്ളതാണ് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടെ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും മറ്റു ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു, ഓർഡൈൻഡ് ചെയ്തിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു. അതെന്തിനു വേണ്ടി? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയ്ക്കും വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക അതിനാണ് ഇത് 5ഉം തന്നിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ പാസേജ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇത് തന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാനല്ല, ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ല, സഭകൾ ഉണ്ടാക്കാനല്ല, ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ആത്മീക വർധനവിന് ഇത് 5ഉം വേണം. അപ്പോസ്തലൻ, മിഷണറിമാർ, അതിനാണ് അപ്പോസ്തലോസ് എന്ന ഗ്രീക്ക് പദത്തിന് തത്തുല്യമായ മിഷണറി എന്ന ലാറ്റിൻ വേർഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, മലയാളമല്ല മിഷണറി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും പുരോഹിതനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 14:13. അപ്പോസ്തല പ്രവർത്തി 14:13. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ. പട്ടണത്തിന് മുമ്പുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ. അപ്പോൾ ഈ മതങ്ങൾക്കാണ് പുരോഹിതൻ. ക്രിസ്തു മതത്തിൽ പുരോഹിതന്മാരുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ സഭയിൽ പുരോഹിതന്മാരല്ല ഉള്ളത്, ഇടയന്മാരാണുള്ളത്, സുവിശേഷകന്മാരാണുള്ളത്, അപ്പോസ്തലന്മാരാണുള്ളത്, പ്രവാചകന്മാരാണുള്ളത്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. അപ്പൊ ഈ പുരോഹിതന്മാർ എവിടെ പോയി? പുരോഹിത വർഗം എന്ന് പറയുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും രാജകീയ പുരോഹിത വർഗം. അതിന് 2 ഭാഗങ്ങൾ, അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. 1 പത്രോസ് 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യത്തിലാണ് എന്താണ് ക്രിസ്തുവിന്റെ സഭ എന്നുള്ളതിന്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ. 1 പത്രോസ് 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ. ആരുടെ അടുക്കൽ? പത്രോസിന്റെ അടുക്കലല്ല, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹം അല്ല, ഭൗതിക ഗ്രഹമല്ല, സിമന്റും കല്ലും മണ്ണും കൊണ്ട് കെട്ടുന്നതല്ല. ഇത് ആത്മീയ ഭവനമാണ്. ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം, ആത്മീക ആരാധന,
ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. ആകേണ്ടതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊസിഷനിൽ അത് അപ്പോയിന്റ്മെന്റ് കൊടുത്തപ്പോൾ കൊടുത്ത പേരെന്താണ്? രാജകീയ പുരോഹിത വർഗം. അതാണ് 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ദൈവത്തിന്റെ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. ഇവിടെ പറയുന്നത് മുമ്പേ ഒരു ജനവും അല്ലായിരുന്നു, തുണിയെടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു, വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു, ഇപ്പോൾ ഒരു ജനമായി. മനസ്സിലായില്ലേ? അതല്ല, മുമ്പേ ദൈവത്തിന്റെ ജനമല്ലായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പേ ദൈവത്തിന്റെ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പോൾ ശുശ്രൂഷ മേഖലയിൽ, സഭയുടെ ശുശ്രൂഷ മേഖലയിൽ ഒരു ശുശ്രൂഷ മാത്രമല്ല ഉള്ളത് എന്ന് നമ്മൾ തിരുവചനത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കണം. ചില ഭാഗങ്ങളൂടെ ഞാൻ അതിനുവേണ്ടി വായിക്കുകയാണ്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം അത് വായിച്ചു. ഇനി 1 കൊരിന്ത്യർ 12:28 മുതൽ 1 കൊരിന്ത്യർ 12:28 മുതൽ ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ ഓരോരുത്തരെ നോക്കുക, അവിടുത്തെ ഓർഡർ വേറെയാണ്. അപ്പോസ്തലന്മാർ, മിഷണറിമാർ, പ്രവാചകന്മാർ. ആരാണ് ഈ പ്രവാചകൻ? പഴയ നിയമത്തിലെ പ്രവാചകനല്ല, പുതിയ നിയമത്തിലെ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇന്ന് പല പ്രവചനങ്ങളും ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നാണ്. അതല്ല പുതിയ നിയമത്തിലെ പ്രവചനം. പുതിയ നിയമത്തിലെ പ്രവചനം, അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഭാഗം 1 കൊരിന്ത്യർ 14-ാം അധ്യായം 3-ാം വാക്യം. 1 കൊരിന്ത്യർ 14:3. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. അതാണ് പുതിയ നിയമപ്രവചനം. അല്ലാതെ ബ്ലൂ പ്രിന്റ് പറയുന്നതല്ല, നമ്മുടെ ഭാവി പറയുന്നതല്ല. ആത്മീക വർധന ഉണ്ടാക്കുന്നു, ബുദ്ധി ഉപദേശിക്കുന്നു, എക്സോർട്ടേഷൻ നൽകുന്നു, ആശ്വാസം നൽകുന്നു. അപ്പോ സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് ആത്മീക വർധനവ് വരുത്തുന്ന പ്രവാചകൻ, മൂന്നാമത് പഠിപ്പിക്കുന്നവൻ. എന്നാൽ സഭയ്ക്ക്, പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇടയൻ, സഭാ ശുശ്രൂഷകൻ, പാസ്റ്റർ. ഇനി എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എഫേസ്യർ 2:19-20. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഒരു വീട്ടുകാരാണ്, ഒരപ്പന്റെ മക്കളാണ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അതെ, ഒരു കെട്ടിടം പോലെ ആത്മീയ ഗ്രഹമായി. നമുക്ക് പൗലോസ് പറഞ്ഞതും പത്രോസൂടെ പറഞ്ഞതും തമ്മിൽ കണക്ഷനുണ്ട്, യേശു പറഞ്ഞതും കണക്ഷനുണ്ട്. എന്താണ്? എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. ആ പാറ ആരാണ്? ആ കാറ ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിൽ പണിയപ്പെടുന്നു. ആ പണിയപ്പെടുന്നതിൽ കൂട്ടുവേലക്കാരായി ക്രിസ്തുവിനോടൊപ്പം ഉപയോഗിക്കുന്നത് അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, അതേ സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ. ഒരു ഭവനം പണിയണമെങ്കിൽ മേസ്തിരി മാത്രം പോരാ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ഭവനം പണിയണമെങ്കിൽ ഇലക്ട്രീഷ്യൻ മാത്രം പോരാ. ഒരു ഭവനം പണിയണമെങ്കിൽ കാർപ്പൻ്റർ മാത്രം പോരാ. ഇവരെല്ലാവരും വേണം. പ്ലംബർ വേണം, പെയിന്റർ വേണം, അല്ലേ? അല്ല, മേസ്തിരി പറയണ ഞാൻ മാത്രം എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ മേസ്തിരി, കൺട്രാക്ടല്ല, മേസ്തിരി. അപ്പോൾ വിവിധ തരത്തിലുള്ള പണികൾ ചെയ്യുന്നവരെ കൊണ്ടാണ് ഒരു ഭവനം നിർമ്മിക്കുന്നത് പോലെ
ക്രിസ്തുവിന്റെ സഭ വിശുദ്ധ മന്ദിരമായി പണിയപ്പെടേണ്ടതിന്, തിരുനിവാസമായി തീരേണ്ടതിന്, ക്രിസ്തു വസിക്കുന്ന ഭവനമായി തീരേണ്ടതിന് താൻ ഈ ശുശ്രൂഷകളിലൂടെയാണ് പണിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വലിയ ശ്രേഷ്ഠ വെളിപ്പാട് കിട്ടിയ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ സുവിശേഷ നിമിത്തം നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇംഗ്ലീഷ് ബൈബിളിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയതാണ്. രാജ്യവും പുരോഹിതന്മാരും എന്നാണ് മലയാളത്തിൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. കാരണം ഈ രാജകീയ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത് 1000 ആണ്ട് വാഴ്ചയിലാണ്. ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി പണിയുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20:6. ഇടയ്ക്ക് പറഞ്ഞത് വെളിപ്പാട് 1:6. വെളിപ്പാട് 20:6 എന്താണ് പറയുന്നത്? 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശുദ്ധനുമാകുന്നു. 2-ാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. അവർ ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അപ്പൊ ഈ ഭൂമി ഇപ്പൊ ദൈവം നശിപ്പിക്കൂല. ഈ ഭൂമിയിൽ കർത്താവ് വന്ന് മേഘങ്ങളിൽ വന്ന് തൻ്റെതിനെ മാറ്റും. താൻ പണിയുന്ന സഭയെ മാറ്റും. അത് തൻ്റെ സഭ ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ. അതിൽ ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ, ഒരു ഗ്രൂപ്പേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ എത്ര ഗ്രൂപ്പുണ്ട്? നമ്മുടെ ബ്ലഡിന്റെ ഗ്രൂപ്പ് എടുക്കാൻ കയ്യിൽ നിന്ന് എടുക്കും, കാലിൽ നിന്ന് എടുക്കും. കാരണം ഓരോ ഗ്രൂപ്പല്ലേ അല്ലേ? എവിടെ നിന്ന് ബ്ലഡ് എടുത്താലും ഒരു ഗ്രൂപ്പ് തന്നെ. ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, ക്രിസ്തു തലയായിരിക്കുന്ന ശരീരം. അവരെ ക്രിസ്തു പണിതുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതിന്റെ സന്തോഷമുണ്ട്, അതിന്റെ ആനന്ദമുണ്ട്. അതാണ് അവർ ആനന്ദമുണ്ടെനി യേശു മഹാരാജ സന്നിധിയിൽ. ആനന്ദമുണ്ടെനി യേശു മഹാരാജ സന്നിധിയിൽ. അതുപോലെ തന്നെ സുവിശേഷ ഘോഷണത്തെ കുറിച്ച് പറയുമ്പോൾ പോലും പാടുന്നത് പരമാനന്ദം എന്നാണ്. പരമാനന്ദം അനുഭവിപ്പാൻ വരുവീൻ നരരെ വിരഞ്ഞോടി നിങ്ങൾ. വരുവീൻ നരരെ വിരഞ്ഞോടി നിങ്ങൾ. ഇത് പരമാനന്ദമാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ ഒരു അവയവമായി മാറുക എന്ന് പറയുന്നത് പരമാനന്ദം. അവർ വേഗങ്ങളിൽ എടുക്കപ്പെടുന്നു. പിന്നെ മനുഷ്യന്റെ ഭാഷയിൽ 7 വർഷവും എഴുതിയിരിക്കുന്നു. എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ താൻ ഇവിടുന്ന് പോയ വിശുദ്ധന്മാരുമായി ഭൂമിയിൽ വരും. മേഘങ്ങളിൽ വന്നവൻ അടുത്ത ഭൂമിയിൽ വന്ന് 1000 ആണ്ട് വാഴും. അതിനെക്കുറിച്ചാണ് ഭക്തൻ പാടുന്നത്. നീതിയോടെ രാജ്യ ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യ ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശു നാമം അതിശയനാമം. ഏഴയേനി ഇൻപനാമം. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയോട് യെശയ്യാവ് പ്രവാചകൻ മുഖാന്തരം പറഞ്ഞ അതേ കാര്യം മറിയോട് പറയുകയാണ്. എന്താണ് മറിയോട് പറഞ്ഞ പ്രവചനങ്ങൾ നോക്കാം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും,
അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഈ പറഞ്ഞതിൽ 4 സംഭവിച്ചു കഴിഞ്ഞു. ആ 4 സംഭവിക്കാൻ ഒരു സാധ്യതയില്ലാത്തതാണ്, അല്ലേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ മതി. അപ്പോൾ ഇതില് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മറിയ അന്തവിട്ട് ചോദിക്കുന്നു, ഇതെങ്ങനെ സാധിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. അപ്പൊ മറിയ ഗർഭിണിയായി ഒരു പിള്ളയല്ല പ്രസവിച്ചത്, ഒരു മകനെ തന്നെ പ്രസവിച്ചു. പിന്നെ അവന് യേശു എന്ന് പേരിട്ടു. അവൻ വലിയവനായി, അത്യുന്നതന്റെ പുത്രൻ അവന് പേർ വിളിക്കപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി സിംഹാസനം കൊടുക്കുന്ന കാര്യമാണുള്ളത്. ഇത്രയും സംഭവിച്ചെങ്കിൽ ബാക്കിയും സംഭവിക്കും. അപ്പോൾ സഭ എന്ന് പറയുന്നതിൽ സഭാ ശുശ്രൂഷകന്റെ റോൾ, ഒരു പാസ്റ്ററുടെ റോൾ, ഒരു ഇടയന്റെ റോൾ വളരെ ഗൗരവമായി നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടയൻ മാർഗദർശിയാണ്. ക്രിസ്തു മതം അത് കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു പഠിപ്പിച്ചത് മാർഗത്തെക്കുറിച്ചാണ്. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന മറ്റൊരു പേരാണ് മാർഗക്കാർ. നമ്മുടെ CSIയിലെ വിവാഹ യോഗ്യതാ പത്രം വിവാഹം കഴിഞ്ഞിട്ടവർക്കറിയാം. അത് മുഴുവൻ അവിടെ വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടോ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അതോ ഒപ്പിടേണ്ട സ്ഥലത്ത് മാത്രം ഒപ്പിട്ട് പോയാൽ അവിടെ ക്രിസ്തു മാർഗപ്രകാരം ഈ വിവാഹം ചെയ്യുവാനായിട്ട് ഞാൻ സംഭവിക്കുന്നു. ക്രിസ്തു മതപ്രകാരം ഒന്നല്ല, മാർഗപ്രകാരം. അപ്പൊ മാർഗം മതമായി മാറിയപ്പോഴുള്ള അപകടമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിതെറ്റിപ്പോയത് അറിയുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇടയൻ വഴികാട്ടിയാണ്. ഇടയന്റെ പിറകെ ആടുകൾ അനുഗമിക്കും, അല്ലേ? യേശു കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. വേണമെങ്കിൽ ആ ഭാവം ഒന്നുകൂടെ നോക്കാം, കാരണം വെരി സീരിയസ് ആണ്. കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ചിലരെ നോക്കി പറയും. അവർ പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്നോടൊപ്പം ഞങ്ങൾ ഇരുന്ന് കാപ്പി കുടിച്ചു, നീ ഞങ്ങളുടെ തെരുക്കളിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ആരെയാണ് അറിയുന്നില്ല എന്ന് പറയുന്നത്? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം അനുസരിക്കും. അടുത്ത്, ഈ ദുഷ്ടലോകത്തിൽ, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരെ കർത്താവിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ സീരിയസ് ആയിട്ടെടുത്ത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവനെ കർത്താവിനറിയാം. എന്നിട്ട് എന്നെ ഒന്നുകൂടെ പറയാണ്, അവ എന്നെ അനുഗമിക്കുന്നു. ക്രിസ്തീയ ജീവിതം നാൾതോറും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ്. അല്ല, ക്രിസ്തീയ ജീവിതത്തിന് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതല്ല. അത് പഴയ ഉടമ്പടി. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ഒക്കെയും ചെയ്യുക. ആരെ വേല വെക്കണോ വെച്ചോ, ശബത്തുകളെ ശുദ്ധീകരിപ്പാൻ ഓർക്കാൻ. ക്രിസ്തീയ ജീവിതം ഡെയിലി ലൈഫാണ്. എന്നെ ഒരുവൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ലൂക്കോസ് 9:23, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണ്ടേ. യേശുവിന്റെ ക്രൂശ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നമ്മുടെ ക്രൂശ്?
ഗലാത്യർ 5:24, ഗലാത്യർ 5:24, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്റെ പാഷൻസ് ആൻഡ് എന്റെ ഡിസയേഴ്സ്, എന്റെ ആഗ്രഹങ്ങളും എന്റെ മോഹങ്ങളും ഞാൻ ക്രൂശിച്ചിരിക്കുകയാണ്. ആ ക്രൂശ് എടുത്തോണ്ട് നടക്കണം. അത് സ്വല്പ പ്രയാസമുണ്ട്. പക്ഷേ കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കുരിശൊന്നുമില്ല. ദൈവം എന്നെ നടത്തുന്നതിനായി സ്തോത്രം, ദൈവം എന്നെ കരുതിയതിനായി സ്തോത്രം, അല്ലേ? അത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും യേശു അല്ലാത്തവരും പറയുന്നു ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയെന്ന്. ക്രിസ്തീയ ജീവിതം ക്രൂശിക്കപ്പെട്ട് ക്രൂശെടുത്തുകൊണ്ട് നടക്കുന്ന ജീവിതമാണ്. പഴയ മനുഷ്യനെ ക്രൂശിച്ച്, വേണമെങ്കിൽ ആ വാക്യം ഇതിൻ്റെ കൂടെ ചേർത്തങ്ങ് പോട്ടെ. റോമർ 6:6, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ, ഇപ്പൊ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. മുമ്പ് പാപത്തിൽ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഞാൻ പാപത്തിനു മരിച്ചവനായി മാറും. അതാണ് പത്രോസ് പറയുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലേ? നാം പാപം സംബന്ധിച്ച് മരിച്ച്. അവിടെ ഒന്ന് നിർത്തി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തെങ്കിലും. നാം പാപം സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ പാപരോഗത്തിന് സൗഖ്യമുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗം പാപരോഗമാണ്. മറ്റേ രോഗത്തിനെല്ലാം ലോകത്തിൽ ചികിത്സയുണ്ട്. ഈ ഒരു രോഗത്തിന് മാത്രമേ ഒരാശുപത്രിയിലും ചികിത്സയുള്ളൂ. പക്ഷെ സാക്ഷാൽ രോഗം പാപരോഗമാണ്. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ അതിന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സഭയിലെ ശുശ്രൂഷകർ വഴികാട്ടികളാണ്. പഴയ നിയമ സഭ എന്ന് പറയുന്നിടത്തും അവർ വാസ്തവത്തിൽ വഴി കാണിച്ചു കൊടുക്കേണ്ടവരായിരുന്നു. പക്ഷേ അവർ വഴികാട്ടികളായി പ്രവർത്തിച്ചില്ല. അവർക്ക് എന്തു പറ്റിയും നമുക്ക് ചില വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 15:14. മത്തായി 15:14. അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അവരെ വിടുവിൻ. കാരണം യേശു ചില കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറഞ്ഞു. പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് ശിഷ്യന്മാരടുത്ത് പറഞ്ഞു, നിങ്ങൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. എന്നുവെച്ചാൽ അവരുടെ പാരമ്പര്യപ്രകാരം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കഴിയൊക്കെ വേണം കഴിക്കാൻ. കാരണം ചില പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചിലർ കിഴക്കോട്ട് തിരിയുമല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായങ്ങളെ കൊണ്ട്, വേണമെങ്കിൽ എൻ്റെ ആരംഭം മുതലൊന്ന് വായിക്കാം, അത് നന്നായിരിക്കും. മത്തായി 15:1 മുതൽ. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. തന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു. ശിഷ്യന്മാർ നമ്മുടെ കീഴ്വഴക്കങ്ങളെ ലംഘിക്കുകയാണ്, പൂർവന്മാരുടെ സമ്പ്രദായങ്ങളെ ലംഘിക്കുകയാണ്. അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? എങ്ങനെ യേശുവിനെ ക്രൂശിക്കാതിരിക്കുമല്ലേ? ഇനിയും താഴോട്ടെ. അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് വളരെ ശരി. ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നെ വിട്ട ദൂരെ തകർന്നിരിക്കുന്നു. അവർ മാനുഷ്യ കൽപ്പനകളാൽ
ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പൊ മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങൾ ഇപ്പൊ ഓരോ സഭയ്ക്കും ഓരോ വിശ്വാസമാണ് അല്ലെ. പെന്തക്കോസ്ത് വിശ്വാസം, CSI വിശ്വാസം, കത്തോലിക്ക വിശ്വാസം. ഇപ്പൊ മാനുഷികമായ ഉപദേശങ്ങൾ, കൽപ്പനകൾ ഉണ്ടാക്കി എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. അത് ശരിയാവണ്ണം ഒത്തിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാര് വന്ന് പറയാണ്, വിളിച്ച് അവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചുകൊള്ളി, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത്രേ. ഇത് മദ്യപാനികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അകത്തോട്ട് പോണതല്ല പുറത്തോട്ട് വരണതാണ്. അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്നു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അതിനാണ് പറഞ്ഞത്, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകും. സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെ വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവിൻ, അവരെ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. തീർന്നില്ല. എങ്ങനെ യേശുവിനെ ക്രൂശിക്കാതിരിക്കും? 23-ാം അധ്യായം മത്തായി 23:16, 17, 19, 26. മത്തായി 23:16. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. ഇനി അടുത്ത് 17. മൂഢന്മാരുമായുള്ളവരെ ഏത് വലിയത്? മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ ഏതാണ് വലിയത്? സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? ഇനി 19. കുരുടന്മാരായുള്ളവരെ ഏത് വലിയത്? വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ഇനി 26. കുരുടന്മാരായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. എല്ലാം ഇപ്പൊ പുറമാണ് വെടിവാക്കി വെച്ചോണ്ടിരിക്കുന്ന ഇല്ലേ? യേശു കർത്താവ് വേറൊരു ഭാഷ കൂടെ പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറകളാണ്. അകമയ കവർച്ചയും അനീതിയും അധർമ്മവും എല്ലാം നിറഞ്ഞിരിക്കുക. പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അകം വെടിപ്പാക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മള് പുറം വെടിപ്പാക്കാനാണ് പലപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ച് പൈസയൊക്കെ ഉള്ളൂ, ക്രിസ്മസ് വരികയല്ലേ, ജസ്റ്റ് വെളിയിലൊരു ടച്ചിങ് അല്ലേ? സാധാരണ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. അകത്തോട്ടൊന്നും വലിയ കാര്യമായിട്ട് ചെയ്യില്ല. പക്ഷെ കർത്താവ് നോക്കുന്ന അകമാണ്. അകമേ വെടിപ്പാക്കുക. ലൂക്കോസ് സുവിശേഷം 6:39. ലൂക്കോസ് 6:39. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടന് വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. അഭ്യാസം തികഞ്ഞവരെല്ലാം ഗുരുവിനെ പോലെ ആകും. എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. സ്വന്തം കണ്ണിലെ കോല് ഇംഗ്ലീഷ് ബൈബിളിൽ ബീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റവന്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം കണ്ണിൽ ഭീമ വെച്ചും കൊണ്ടാണ്. അപ്പൊ അത് കുരുടന്റെ അവസ്ഥയാണ്. അപ്പൊ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും വീണ്ടും കുഴിയിൽ വീഴും. ഈ ആരാണ് ഈ കുരുടാക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ സ്വയം കുരുടായി പോയതല്ല, കുരുടാക്കുന്ന ഒരുവനുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പൗലോസിന് അത് വെളിപ്പെട്ടു. കാരണം താൻ കുരുടനായിരുന്നു, തന്റെ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായിരുന്നെങ്കിലും കാണേണ്ടതുപോലെ കാര്യങ്ങൾ കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് തന്റെ ബാഹ്യമായ കണ്ണ് കുരുടായപ്പോഴാണ് മനസ്സിലായത്. അപ്പോ താനാണ് എഴുതുന്നത്, അതെ, ഈ ആരാണ് കണ്ണ് കുരുടാക്കുന്നതെന്ന്. 2 കൊരിന്ത്യർ 4:4. ദൈവത്തിന്റെ സാദൃശ്യമായ ഇമേജായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയ ദൃഷ്ടി കുരുടാക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്നതെന്നും വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നെന്നും
വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ വലുപ്പമുള്ള ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസ്യർ 1:17 ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പിശാചാണ് കുരുടാക്കുന്നത്. പിശാചിന്റെ ജോലി കണ്ണ് കുരുടാക്കുകയാണ്, ആത്മീക കണ്ണ് കുരുടാക്കുകയാണ്. മിഷണറിമാർ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഈ വലിയ സത്യം മനസ്സിലാക്കിയ ഒരു ഭക്തൻ ഇങ്ങനെ പാട്ടെഴുതി: കുരുടനായിരുന്നേൻ തൊട്ടു കാഴ്ച തന്നു നീ, കുരുടനായിരുന്നേൻ തൊട്ടു കാഴ്ച തന്നു നീ, നിറഞ്ഞ പാപകുഷ്ഠത്തെ നീക്കി ശുദ്ധി നൽകി നീ, കീർത്തനമാനന്ദം രക്ഷകനേ നിനക്കു കീർത്തനമാനന്ദം. ഞാൻ കുരുടനായിരുന്നു, എന്റെ ഈ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ അകക്കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് കണ്ണു തുറക്കുക എന്നുള്ളത്. കണ്ണു തുറക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 26:17-18 വാക്യങ്ങളിൽ പൗലോസിനെ ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ദൈവം സംസാരിച്ചു. പക്ഷെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇടിവെട്ടുന്ന പോലെ ശബ്ദമേ കേട്ടുള്ളൂ. പക്ഷെ പൗലോസ് വ്യക്തമായി കേട്ടു. കാരണം അത് താൻ മാത്രം കേട്ടാൽ മതി, കൂടെ നിൽക്കുന്നവരൊന്നും കേൾക്കണ്ട. എന്താണ് അവിടെ പറയുന്നത്? ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും, അതിനെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിനും ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. എന്താണ് ശുശ്രൂഷ കൊണ്ട് സംഭവിക്കേണ്ടത്? അവരുടെ കണ്ണു തുറക്കണം. ഇരുട്ടിലാണ് അവർ കിടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അവരുടെ കണ്ണു തുറക്കണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സാത്താന്റെ അധികാരത്തിന് ദൈവത്തിങ്കിലേക്ക് അവരെ തിരിക്കണം. അപ്പോൾ ഇടയന്മാർ, ഇടയത്വ ശുശ്രൂഷയുടെ സീരിയസ്നെസ് നമ്മെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയന്മാർ ആടുകളുടെ ഉടമസ്ഥരല്ല, കൂലിക്കാരാണ്. പക്ഷേ ആടുകളെക്കുറിച്ച് വിചാരമുള്ളവനായിരിക്കണം. അത് ഞാനല്ല പറയുന്നത്, യേശു കർത്താവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:12 വാക്യം. യോഹന്നാൻ 10:12. 11 മുതലേ വായിച്ചാലും കുഴപ്പമില്ല. യോഹന്നാൻ 10:11 മുതൽ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. അപ്പൊ എല്ലാവർക്കും പോയി സാലറിയാണ് പ്രശ്നം. സാലറി, മാസ ശമ്പളം പോകുമോ, നടക്കുമോ, അല്ലേ? എത്ര ശമ്പളം കിട്ടും? കാരണം ഇവർ കൂലിക്കാരാണ്. പക്ഷെ കൂലിക്കാരാണെങ്കിലും ആടുകളെ കുറിച്ച് വിചാരം വേണം. കാരണം എന്താണ് അവിടെ? ചെന്നായി വരുന്നത് കണ്ടിട്ട് ഈ കൂലിക്കാരൻ വരെന്ത് ചെയ്യും? ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. അവർക്ക് സ്വന്തം തടി സൂക്ഷിക്കണം. എന്താ, ഏതാണ് ഈ ചെന്നായ്ക്കൾ? കള്ളപ്രവാചകന്മാർ. യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലേ പറഞ്ഞു, ആടുകളുടെ വേഷം കൊണ്ട് വരുന്ന ചെന്നായ്ക്കൾ, കള്ളപ്രവാചകന്മാർ. പുറമേ കണ്ടാൽ ആട്, അടുത്ത് ചെല്ലുമ്പോഴാണ് കടിച്ചു കീറുന്ന ചെന്നായാണെന്ന് മനസ്സിലാകുന്നത്. ഇവരിൽ നിന്ന് ആടുകളെ രക്ഷിക്കേണ്ട വലിയൊരു ദൗത്യം ഇടയനുണ്ട്, കൂലിക്കാരനാണെങ്കിലും. പക്ഷേ സംഭവിച്ചെന്താ? ആടുകളെക്കുറിച്ച് ഒരു വിചാരവും ഇല്ലാത്ത അവസ്ഥ. തീർന്നില്ല. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും ഒന്ന് വന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെ, ഇടയന്മാർ ഉടമസ്ഥരല്ല, കൂലിക്കാരാണ്. അവർ ആടുകളെക്കുറിച്ച് വിചാരമുള്ളവരായിരിക്കണം. അതെ, യോഹന്നാൻ 21:15 നമ്മൾ വായിച്ചത് എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇടയൻ ദൈവസ്നേഹത്താൽ നിറഞ്ഞവനായിരിക്കണം.
ദൈവസ്നേഹത്തിൽ നിന്നാണ് ശുശ്രൂഷ വരേണ്ടത്. വേറെ ഒന്നും ആയിരിക്കത്തില്ല അവന്റെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള പ്രേരണ. പൗലോസിന് തന്റെ ശുശ്രൂഷയുടെ പ്രേരണയെക്കുറിച്ച് പറയുമ്പോൾ താൻ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. വേറൊന്നുമല്ല, എന്റെ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. പക്ഷേ കർത്താവിനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം ചവർന്ന് നിന്നു, വേസ്റ്റ് നിന്നു. അതാണ് ആ വെളിപ്പാടിന്റെ മാഹാത്മ്യം. ആ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞായിരിക്കണം ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവം എന്തിനാണ് സ്നേഹിച്ചത് മനുഷ്യനെ? ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് എന്തിനാണ്? നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യൻ അറിഞ്ഞില്ല എങ്കിൽ, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വന്നില്ല എങ്കിൽ അവൻ പോകുന്നത് നിത്യനാശത്തിലേക്കാണ്. അപ്പൊ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും അറിഞ്ഞുകൊണ്ട് ശുശ്രൂഷിപ്പാൻ ആണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇടയപരിപാലനം, ഇടയത്വ ശുശ്രൂഷ, അത് വളരെ വളരെ സീരിയസ് ആണ്. അത് പൗരോഹിത്യ ശുശ്രൂഷയല്ല, അത് വഴികാട്ടിയുടെ ശുശ്രൂഷയാണ്. മത്തായി സുവിശേഷം 9:36. ഞാൻ എന്തുകൊണ്ട് പൗരോഹിത്യം എന്ന് പറയുമ്പോൾ, എല്ലാ മതങ്ങൾക്കും പുരോഹിതന്മാരുണ്ട്, അവർ കുറെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അത് ജനിക്കുമ്പോൾ സ്നാനപ്പെടുത്തണം, കല്യാണം കഴിപ്പിച്ചു വിടണം, പിന്നെ മരിക്കുമ്പോൾ അടക്കണം. ഇതല്ല ഒരു ഇടയന്റെ ശുശ്രൂഷ. അതല്ല അതിനകത്തുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ നിശ്ചിതയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. യേശു കർത്താവ് നോക്കുക, മത്തായി സുവിശേഷം 9:36. പുരുഷാരത്തെ ഇടയില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സറിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ, ഇടയനില്ലാത്ത ആടുകളെ പോലെ. അവിടെ ഒരുപാട് പേരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്. അവരെല്ലാം ന്യായപ്രമാണം സംബന്ധിച്ച് ആ ദേവാലയത്തിലെ ശുശ്രൂഷകരാണ്. പക്ഷെ ജനമോ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് ജീവിക്കുന്നത്. ഇടങ്കൈ വലങ്കൈ അറിയത്തില്ല, എന്തിനാണ് ജീവിക്കുന്നത് അറിയത്തില്ല, ഉടമസ്ഥാവകാശം പറയാൻ ആരുമില്ല, ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമില്ല, താങ്ങാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല, ആലോചന പറയാൻ ആരുമില്ല. ജനം അങ്ങനെ ആയപ്പോൾ കർത്താവിൻ്റെ ഉള്ളം ഉരുകി. അപ്പോൾ സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ഉള്ളം ഉരുകി ചെയ്യേണ്ട കാര്യം. പാവം ജനം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, സാത്താൻ അവരുടെ കുരുടാക്കി വെച്ചിരിക്കുന്നു, അവരെ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുക്കിയിട്ടിരിക്കുന്നു. സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. സത്യം പറയുമ്പോൾ യേശുവിന് കിട്ടിയത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്, അതിന് കുറച്ച് കുഴപ്പമില്ല. വീട് നോക്കാം, 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 4 വരെ. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 4 വരെ. നിങ്ങളുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ഇപ്പോൾ പഴയ പുതിയ നിയമത്തിലെ ശുശ്രൂഷകന്മാർക്ക് മൂപ്പന്മാർ, അധ്യക്ഷന്മാർ, ഇടയന്മാർ ഇതിനെല്ലാം ഒരേ അർത്ഥത്തിലാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തെ നേതൃത്വം കൊടുക്കുന്നവരെ മൂപ്പൻ. അപ്പോസ്തലനായ പൗലോസ് സഞ്ചരിച്ച് സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു എന്നിരിക്കുന്നു. ഇതൊക്കെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഓരോ ഡിനോമിനേഷനും ഉണ്ടായത്. ബ്രദർ മാത്രമേ ഉള്ളൂ, അതിൽ മൂപ്പനാണ്, എൽഡറാണ് അവിടുത്തെ ശുശ്രൂഷ. അതെല്ലാം പറഞ്ഞിങ്ങനെ ഓരോ ഡിനോമിനേഷൻ ഉണ്ടായി. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റേഴ്സ്, അധ്യക്ഷൻ, ബിഷപ്പ്, മൂപ്പൻ, എൽഡേഴ്സ് ഇതെല്ലാം സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരായിട്ട് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പത്രോസ് പറയാണ്, നിങ്ങളൊരു കൂട്ടുമൂപ്പനാണ്, ക്രിസ്തുയേശുവിന്റെ കഷ്ടാനുഭവങ്ങളിലെല്ലാം താൻ നേരിട്ട് സാക്ഷിയായിരുന്ന ആളാണ്. അടുത്ത്, നിങ്ങളുടെ വിചാരണയിലുള്ള
ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണം. മേയ്ക്കണം, ഭരിക്കണമെന്നല്ല, മേയ്ക്കുക. അടുത്ത നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാകും വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ അല്ല. ഉള്ളിലൊന്ന് വെച്ച് വേറെ പരിപാടി ഉണ്ടാക്കരുതെന്നാണ്. ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെ. ഇടവകളുടെ മേൽ കർത്തൃത്വം, ഭരണം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിനിപ്പോടെ മാതൃകയാണോ സഭാ ശുശ്രൂഷകന്മാരെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉപായം ദ്രവ്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് ഒരു വാക്യം കൂടെ അതിനെ സപ്പോർട്ട് തരാനാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 33 മുതൽ. ആരുടെയോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. മോഹിച്ചിട്ട് പോലുമില്ല. അടുത്ത് എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു. എന്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഈ കൈയാൽ ഞാൻ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രാപ്തിയില്ലാത്തവരെല്ലാം സഹായിച്ചു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം മാതൃക കാണിച്ചിരിക്കുന്നു. ഇത് കാണിക്കുകയാണ് പറയുന്നത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം, അതുകൊണ്ട് എല്ലാവരും ഇനി കൊണ്ടുവരും. ഇത് ഇടയൻ അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇടയൻ ആടുകൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് പറയുന്നത്, അല്ല ആട് ഇടയന് വേണ്ടി കൊടുക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഓക്കെ, അടുത്തൊരു തിരുവചനം എസ്കേൽ പ്രവചനം 34. അത് പ്രവചനാത്മകമായി സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ സീരിയസ് ആണ്. എസ്കേൽ പ്രവചനം 34-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം. നീ പ്രവചിച്ച അവരോട്, ഇടയന്മാരോട് തന്നെ, വിശ്വാസികളോടല്ല, ആടുകളോടല്ല, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്. നിങ്ങൾ ഉടുക്കുകയും എല്ലാം അറുക്കുകയും ചെയ്യുന്നു, നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. ഇനി ഞാൻ വായിക്കാൻ പറ്റേ. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വേദന, ആടുകളോടുള്ള മനോഭാവം, ഇടയന്റെ മനോഭാവത്തെക്കുറിച്ച് ദൈവത്തിന്റെ വേദന പ്രവാചകനിലൂടെ അറിയിക്കുകയാണ്. ഒരു ഇടയൻ എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താ? ബലഹീനമായതിനെ ശക്തീകരിക്കണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം, ഒടിഞ്ഞതിന്റെ മുറിവ് കെട്ടണം, ചിതറിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരണം, കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തണം. കാണാതെ പോയത് നല്ല ദശാംശം തരുന്നതാണെങ്കിൽ അന്വേഷിച്ച് പോകും, അല്ലെങ്കിൽ അത് പോയിട്ടും ഗുണമൊന്നുമില്ല. ഇരുന്നിട്ടും ഗുണമില്ല. അപ്പോൾ ഭരണമാണ് നടത്തുന്നത്, ക്രൂരതയോടുകൂടെ ഭരിച്ചിരിക്കുന്നു. ഇനി അടുത്തത് സ്വപ്പം കൂടെ ഗൗരവമേറിയാണ് കർത്താവ് പറഞ്ഞത്. ഇടയൻ പ്രസവിക്കാറില്ല, ആടുകളാണ് പ്രസവിക്കുന്നത്. ആടുകൾ എന്താണ് പ്രസവിക്കേണ്ടത്? സഭയിലെ ഇടയന്റെ ശുശ്രൂഷയിലൂടെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ
ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കണം. പഴയ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ സഭകളിലെല്ലാം കേട്ട ചില പ്രസംഗങ്ങളിലൂടെയാണ് ചിലരെല്ലാം ദൈവവേലയ്ക്കായി സമർപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയാണ് സമർപ്പിക്കപ്പെട്ടതെന്ന് എനിക്കറിയാം. ഇന്ന ദൈവദാസൻ സംസാരിച്ചപ്പോൾ, ഇന്ന സഭാ ശുശ്രൂഷകൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവവേല ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇന്നത്തെ എത്ര സഭകളിലെ സന്ദേശങ്ങളിലൂടെ ആടുകൾ പ്രസവിക്കുന്നു, എത്ര അപ്പോസ്തലന്മാർ എഴുന്നേൽക്കുന്നു, എത്ര പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു, എത്ര സുവിശേഷകന്മാർ എഴുന്നേൽക്കുന്നു, എത്ര സഭാ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്നു, എത്ര ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ വന്നുപോയ വലിയ പാളിച്ച തിരിച്ചറിഞ്ഞ്, കർത്താവേ, എൻ്റെ ആടുകൾ പ്രസവിക്കുമാറാകത്തക്കവണ്ണം എൻ്റെ ശുശ്രൂഷ, അവരിൽ നിന്ന് ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കത്തക്കവണ്ണം കർത്താവേ, എന്നെ ഫലകരമായൊരു ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് വേണമെങ്കിൽ ഉപദേശം പ്രസംഗിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ വലിയ ഭാരം ഇതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം 29-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം, ഞാനിപ്പോ ഉള്ളപ്പോ മുമ്പാൽ ആരും അനങ്ങൂല. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, വെറും ചെന്നായ്ക്കളല്ല, കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അവരെന്താ ചെയ്യുന്നത്? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾക്ക് വിപരീതമായി വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്, ഇന്ന് ഉപദേശങ്ങളുടെ അത് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ഒരു കാര്യത്തിൽ നല്ലതെന്ന് തോന്നുന്നു. ദുരുപദേശങ്ങളും വിപരീതോപദേശങ്ങളും നിറഞ്ഞിരിക്കുക. എന്താ? ഇടയൻ ഉപദേശം പഠിപ്പിക്കേണ്ട ആളാണ്. വേദപുസ്തകത്തിൽ സത്യോപദേശം പറയണം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. ഞാൻ അതാണ് പറയുന്നത്, എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. അത് സത്യോപദേശമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു അങ്ങനെയല്ലേ പറഞ്ഞിട്ട് പോയത്? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സത്യം ഇതാണ്. അപ്പോൾ ഉപദേശം വ്യക്തമായി പറയണം. കാരണം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആളുകൾ ഇങ്ങനെ ഒലഞ്ഞിരിക്കുകയാണ്. വായിക്കാം, എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം. എന്തെല്ലാം പഠിപ്പിക്കലുകളാണ്, ഒരു നിവർത്തിയുമില്ല. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ 5 ഫോൾഡ് മിനിസ്ട്രിയെ കുറിച്ച് വായിച്ചു. അത് അവസാനം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 14-ാമത്തെ വാക്യം മുതൽ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ഉപദേശത്തിന്റെ ഓരോ കാറ്റാണ് അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചും കൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ചിലവരാണ് ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്ന്, അത്ര അടിപ്പൊക്കം വേണോ? ക്രിസ്തുവിന്റെ തലയോളം അല്ല, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അതിനാണ് ഈ 5 ഫോൾഡ് മിനിസ്ട്രി. അതിൽ വലിയ ഗൗരവമായൊരു ശുശ്രൂഷയാണ് സഭാ ശുശ്രൂഷ, പാസ്റ്ററൽ മിനിസ്ട്രി. ആടുകളെ കരുതുന്ന, പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, മനസ്സലിവോടെ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഒടുവിൽ ആടിന്റെ കണക്ക് ചോദിക്കും. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം. എബ്രായർ 13-17.
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് എന്ന് വെച്ചാൽ ദൈവം നടത്തുന്നവരെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുന്നതാണ് ഇടയന്റെ ശുശ്രൂഷ. ദൈവം എല്ലാവരെയും നടത്തുന്നു, പക്ഷെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുക എന്നുള്ളതാണ് ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ വരുന്നത്. ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മുകളിൽ നന്മ ചെയ്യുവാനും അല്ല ആ പാരഗ്രാഫ് തുടങ്ങുന്ന എത്രാമത്തെ വാക്യം? 7-ാമത്തെ വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ദൈവം നടത്തുന്നവർ തൃപ്തരായിരിക്കാൻ അനേകർ. ദൈവത്തിന്റെ വഴിയിലാണ് നമ്മൾ നടക്കേണ്ടത്. ദൈവം എല്ലാവരെയും നടത്തുന്നു. അപ്പുറത്ത് എൻ്റെ അയൽവാസിയെ നടത്തുന്നു, അപ്പുറത്തെ അയൽവാസിയെ ദൈവം നടത്തുന്നു. അവരെല്ലാം ഇവിടെ എല്ലാം പോയിട്ട് വരുന്നെന്നറിയാം. യാത്രകൾ, സ്വർഗീയ സംരക്ഷണയൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വഴിയിൽ അവർ നടക്കുന്നുവോ? അപ്പൊ ദൈവത്തിന്റെ വഴിയിൽ നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കണം, അവരുടെ ജീവാവസാനം നിങ്ങൾ അനുകരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് വരികയാണ്. അതെ, നിങ്ങളെ നടത്തുന്നവർ അത് അവർ കണക്ക് കൊടുക്കണം. ഏതിന്റെ കണക്ക്? എ ഫാമാണോ ബി ഫാമാണോ? നോക്കാം. 13:17. നിങ്ങളെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരുന്നു. ഇന്ന് ശരീരത്തിന് വേണ്ടിയാണ് ജാഗരണം മുഴുവൻ. കർത്താവേ, അവൻ ആത്മാവിൽ ബലപ്പെടുത്തണം കർത്താവ്, ആത്മീക സത്യങ്ങൾ അവന് വെളിപ്പെടുത്തി കൊടുക്കണം കർത്താവ്. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ശരീരത്തിന് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രാർത്ഥന. അത് പറയുമ്പോൾ ആളുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കർത്താവേ, അവന്റെ ആത്മാവിന് ജീവൻ നൽകണമേ, അവന്റെ ആത്മാവിനെ ബലപ്പെടുത്തണമേ, ആത്മീകമായ കാഴ്ച, കേൾവി, ആത്മീയമായ സന്തോഷം നൽകണമേ. കാരണം ആത്മാവിന്റെ കണക്കാണ് ദൈവം ചോദിക്കുന്നത്. ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? അപ്പോൾ പറയും, കഴിഞ്ഞ പ്രാവശ്യം പോയിടത്താണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ കണക്കെനിക്ക് കേൾക്കാതെ വന്നു. സാറേ, ഒരു 200 കുടുംബം ഉണ്ടായിരുന്നു, ഇപ്പൊ ലൈവായിട്ട് 100 ഉള്ളൂ. ബാക്കിയൊക്കെ ഡ്രസ് ചെയ്തു. കോഴി ചോദിക്കുമ്പോഴേ നമ്മൾ ലൈവ് വേണോ ഡ്രസ് ചെയ്ത് വേണോ എന്ന് ചോദിക്കും. സഭയിലൊക്കെ ഒരുപാട് ഉണ്ട്, ലൈവ് ഇത്രയേ ഉള്ളൂ. കണക്ക് ചോദിക്കുന്നത് കർത്താവാണ്. ചാർജ് എടുക്കാൻ പോയപ്പോൾ എത്ര ആത്മാക്കൾ ഉണ്ടായിരുന്നു? അത്രയെങ്കിലും ഇപ്പോഴുണ്ടോ? അത് 2-3 കൂടെ നേടിയോ? അവർ ആത്മാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുകയാൽ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാനിട വരുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അതേ ശുശ്രൂഷകരെ വേദനിപ്പിക്കലെന്ന് പറയുന്നത്. ശുശ്രൂഷകരെ വേദനിപ്പിച്ചാൽ അത് നന്നല്ല. അവർ ആടുകൾക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കേണ്ടവരാണ്. ഞരങ്ങിക്കൊണ്ടല്ല. കർത്താവെ, അവനെ കൊണ്ട് എനിക്ക് ഒരു നിവർത്തിയില്ല കർത്താവ്. കർത്താവെ, അവന്റെ മേൽ അങ്ങനെ കൈ വയ്ക്കണം കർത്താവ്. അപ്പോൾ ഇത് സന്തോഷത്തോടെ ചെയ്തില്ലെങ്കിൽ അത് നന്നല്ല എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ഇടയത്വ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാണ്. പഴയതും പുതിയതും കൂടെ ഇട്ട് കുഴച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് തന്നെ ആകെ കൺഫ്യൂസ് ആവും. എന്താണ് സഭയെന്നും സഭയുടെ ലക്ഷ്യം എന്താണെന്നും സഭ ആരുടേതാണെന്നും ആ സഭയിൽ എന്തൊക്കെ ശുശ്രൂഷകളാണ് നടക്കേണ്ടതെന്നും എല്ലാം നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മുടെ സഭാ ശുശ്രൂഷ ദൈവത്തിന് ഹിതപ്രകാരം വണ്ണം, ദൈവത്തിന്റെ കൃപ അളവില്ലാതെ നമ്മുടെ കീഴിലായിരിക്കുന്ന നാം ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനും ആത്മീക വർധനവുണ്ടാകുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചും കൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാകുന്നതായി മാറണം. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.